ശ്രീലതാജി കുറച്ച് കാലമായി കണ്ടിട്ട്. എവിടെയുണ്ട് ഇപ്പോ? ഇവിടെ തന്നെ ഉണ്ട്. കേരളത്തിലുണ്ടോ? കുറച്ച് ദിവസം ഷാർജയിലൊക്കെ ആയിരുന്നു. എന്താ പരിപാടി? വെറുതെ. അല്ല, അവിടെയൊക്കെ നല്ല സ്കോപ്പാണോ കാര്യങ്ങള്? അങ്ങനല്ല, എന്റെ പിറന്നാളൊക്കെ അവിടെ ആഘോഷിച്ചോളൂ, മലയാളികളെല്ലാം കൂടെ. പിന്നെ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം നടന്നു. എന്താ? ഞാൻ MA യൂസഫലി സാറിനെ കണ്ടു. അദ്ദേഹത്തിന് സന്തോഷമായോ? സന്തോഷമായി. ഒരു ഐഫോണൊക്കെ എനിക്ക് തന്നു. ആ ഐഫോൺ വെച്ചാണോ ഇപ്പൊ വിളിക്കുന്നത്, അതോ സൂക്ഷിച്ചു വച്ചിരിക്കാണോ ഒരു സ്മാരകമായിട്ട്? അതെന്റെ മോൾ അടിച്ചോണ്ട് പോയി. അപ്പൊ എനിക്ക് എന്തിന് ഐഫോണൊക്കെ? ചുമ്മാ പഴയ കൊച്ചു നോക്കിയ പോലെ. ഇവർക്കൊക്കെ പോരെ, ഇവരല്ലേ ചാറ്റ് ചെയ്തോണ്ടിരിക്കുന്നവരൊക്കെ. എനിക്ക് ചാറ്റിംഗ് ഒന്നും ഇല്ല, പക്ഷേ ഇല്ല, ഇല്ലല്ലേ? ആരും വരുന്നില്ല. ഇല്ല, നമുക്ക് വയസ്സായി തോന്നലല്ലേ? ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ ഉണ്ട്. ഇൻസ്റ്റോ? ഉണ്ടോ? എനിക്ക് ഈ ഫേസ്ബുക്ക് മാത്രമേ ഉള്ളൂ. ഇൻസ്റ്റ തുടങ്ങാനിരിക്കുവാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഞാൻ കണ്ടു. എന്റെ അമ്മോ. യൂസഫ് അലി സാർ ഒരു കാര്യം പറഞ്ഞു, ഭയങ്കര സന്തോഷം ഒന്ന് ചേച്ചിയെ കണ്ടപ്പോ. എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം നടന്നു എന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെയോ പറഞ്ഞില്ലേ? കാരണം എന്റെ ചെറുപ്പകാലത്ത് എന്റെ എന്താ പറഞ്ഞ? എന്താ? ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു നടിയാണ് ബീന. ചെറുപ്പകാലത്ത് കാണുന്ന കാലം പോലെ നടിയാ. അല്ല, അതൊന്ന് പറഞ്ഞു കൊടുക്ക. ചാരുലത. അത് ഞാൻ കുന്നംകുളത്തുള്ളപ്പോ ഞാൻ ഇങ്ങനെ കാണുമായിരുന്നു. അപ്പൊ ചേച്ചി ഇല്ല ഇപ്പൊ. അപ്പൊ ചേച്ചി ഞാൻ നമ്പൂതിരിയോട് കെട്ടിക്കറിയ ശേഷം അതെ ഇങ്ങോട്ട് വന്നില്ല, അഭിനയിക്കാൻ വന്നില്ല, തിരിച്ചു വന്നില്ല. അപ്പൊ ഞാൻ എപ്പോഴും അല്ലെങ്കിൽ ഈ ബീനെ ആന്റണി എനിക്കൊന്ന് കാണണമെന്ന്. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ ബീനെ ഞാൻ ഒരു ദിവസം വിളിച്ചു, നമ്പരൊക്കെ അന്വേഷിച്ച് വിളിച്ച്. അപ്പൊ പറഞ്ഞു എന്റെ കല്യാണമാണ്, ചേച്ചി വരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും വരുന്നു. പക്ഷെ ബീനയ്ക്ക് വിശ്വാസമായില്ല. പോയി കൊട്ടിപ്പോയി. അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അപ്പൊ ഈ ബീന ആന്റണിയെ ചാരുലത എന്നുള്ള സീരീസിൽ കണ്ടപ്പോ എന്താ ഒരു ഇത് തോന്നി? വലിയ സിനിമയിലൊക്കെ അടർബാസിയായിട്ട് ചുറ്റിക്കളിച്ചൊരു കാലം നമുക്ക് ഉണ്ടായിരുന്നല്ലോ. അതല്ല, അങ്ങനല്ല, നന്നായിട്ട് അഭിനയിക്കുന്നു. നല്ല അല്ല ഒരു മോഡേൺ വേഷമൊക്കെ ഇട്ട് നന്നായിട്ട് അഭിനയിക്കുന്നു. എനിക്ക് നന്നായിട്ട് തോന്നുന്നു. അപ്പം ജീവിതമൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടല്ലോ ഇപ്പം ശ്രീലതാജിക്ക്? പരമ്പരകളിലൊക്കെ ഉണ്ടോ ഇപ്പൊ? ഇപ്പൊ പരമ്പരയില്ല, ഇപ്പൊ 2-3 സിനിമ അഭിനയിച്ചു. ഓക്കെ. നായിക വേഷം വല്ലതും കിട്ടിയോ? ഇതിന് നായിക അല്ലാതെ തന്നെ ഉണ്ടല്ലോ നല്ല വേഷങ്ങള്.